ഈ പയ്യന്നൂരിൽ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനെ വിജയിപ്പിക്കണം എന്നത് ആരും കൈയടിക്കാത്തത്. എന്താ ആരും കൈയടിക്കാത്തത്? ഹരിമുരളീരവം രാഗമോ ശ്രുതിയോ തെറ്റിക്കാതെ ലൈവായിട്ട് പാടി നിർത്തിയതല്ലേ ടീച്ചർ. നിങ്ങൾ ആരും എന്താ കൈയടിക്കാത്തത്? ചോദിച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞ വലിയ കഷ്ടമാണ് കേട്ടോ അത്. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ആരും കൈയടിക്കാത്തത് അല്ല, അങ്ങനെ പോരല്ലോ. ആയിരക്കണക്കിന് പേരവിടെ ഇരുന്നിട്ട് ഇത്രയും കീറി വിളിച്ച് ടീച്ചർ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ, ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കൈതട്ടുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയല്ലേ സഖാക്കളെ? നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല? കൈ അടിച്ചെന്ന് പറഞ്ഞിട്ടും അവിടെ ഒരാൾ എന്തോ ആ കൈ അടിച്ചത്. മോശം മോശം. ഒരു ചരിത്ര വിജയം ഈ പയ്യന്നൂരിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അലറിയിട്ടൊന്നും കാര്യമില്ല, ആരും മറുപടി തരത്തില്ല. ഒരു ചരിത്ര വിജയം നമ്മൾ സമ്മാനിക്കണം. അതിന് ഈ കൂട്ടക്കുടിയേക്ക് നാളെ തയ്യാറുണ്ടാവുന്നതാണ് ഇവിടെ പ്രവർത്തകരാണ്. ഇത് അതിശബ്ദമലിനീകരണം ഉണ്ടാക്കിയത് 4-5 പേര് കൈയടിച്ചിട്ടുണ്ട്. പ്രസംഗം ഒന്ന് തീർന്നിരുന്ന വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സഖാക്കളെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ ടീച്ചറെ. ടീച്ചറിൻ്റെ മുഖം ഒന്ന് കാണാൻ കഴിയാതിരുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് കേട്ടോ. പിന്നെ സമ്പൂർണ്ണ പരാജയമായവർക്ക് ഇങ്ങനെ ചെന്ന് കിടന്ന് നാണം കിടന്നതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്നറിയാം. എങ്കിലും കാണുന്ന ഞങ്ങൾക്ക് തന്നെ തൊലി ഉരിയുന്നു. നമുക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനെ വിജയിപ്പിക്കണം എന്നത് ആരും കൈയടിക്കാത്തത്. എൻ്റെ പൊന്നു ടീച്ചറെ, ഇനി പൈസ കൊടുത്ത് ആളെ വിളിച്ചിരുത്തുമ്പോഴേ 50 രൂപ കൂടുതൽ കൊടുക്കണമെങ്കിൽ കൈയടിക്കണം. കൈയടിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഇല്ലേ, അത് സൈൻ ചെയ്യുന്നതിന് മുമ്പ് കൈയടിച്ചിരിക്കണം. ഓരോ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോഴും വലിയ രീതിയിൽ കൈയടിക്കണം എന്ന് അവരോട് പ്രത്യേകം പറയണം. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഓരോ കട്ടൻ ചായ പരിപ്പോടെയൊക്കെ കൊടുക്ക്, കുറച്ച് എനർജിയും കൂടെ കിട്ടട്ടെ. ഓരോ ദുരന്തങ്ങൾ, അടുത്ത ദുരന്തം. ഇത് മതപരമായി ബന്ധമുള്ള ആൾക്കാരാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത്. ഈശ്വര, അണ്ണൻ അഘോരികളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. വേണോ ശിവൻകുട്ടി അണ്ണ? അത് അവർ വന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. അഘോരികൾ വന്നതിനെ പറ്റിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കൂട്ടുക എന്താ. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓ, കനത്ത ഡയലോഗൊക്കെ പറയുന്നു, ഭരണഘടനയൊക്കെ ഉദ്ധരിക്കുന്നു. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റില്ല, പക്ഷെ രാഷ്ട്രീയം മതത്തിൽ ഇടപെടും. ഇന്ന് തന്നെ ഞാൻ വീട് വിടാൻ കയറിയുള്ള ക്യാമ്പയിൻ നടത്തിയ അവസരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഓ, അണ്ണം വീടാന്തരം കയറിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ വന്നില്ലല്ലോ. അണ്ണാ, അയലയ്ക്ക് ഭയങ്കര വിലയാണ് ഞങ്ങളുടെ ഏരിയയിൽ. നിങ്ങളുടെ അവിടെ വില കുറച്ച് കിട്ടുമെങ്കിൽ വരുമ്പോൾ ഒരു 2 കിലോ വാങ്ങിച്ചുകൊണ്ട് വരണേ. ഇനി ഞങ്ങളെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വരുമോ എന്നാണ് അവർ ഭയന്നിരിക്കുന്നത്. ഇങ്ങനെ പേടിക്കാതെ അവർ തിരിച്ചു പോയെന്നാണ് കേട്ടത്. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അഘോരികളെയൊക്കെ കേരളത്തിലുള്ള ആരെങ്കിലും പേടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ തള്ളിയാ വിശ്വസിക്കാൻ കുറച്ച് പാടാ. അഘോരികളെക്കാളും ഭയങ്കരമായിട്ടുള്ള ആളുകളെയൊക്കെ അല്ലേ ഇവിടെ വർഷങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഘോരം പ്രസംഗിക്കുന്ന ചില ഭയങ്കരന്മാരെ, കിരാതന്മാരെ, ആരാന്ന് പറയത്തില്ല, വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഒരു കാരണവശാലും ഇവര് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ പാടില്ല. അവരാരുടെയും വീട്ടിലൊന്നും വോട്ട് പിടിക്കാൻ ചെല്ലുന്നില്ല. അവരാരും ഒന്നും ചെയ്യത്തുമില്ല. ആരെയും അവര് ശബരിമലയിലെ സ്വർണ്ണമൊന്നും കൊള്ളയടിക്കാൻ വന്നവരും അല്ല. നിങ്ങളാരും ആരുടെയും വീടുകളിൽ ചെന്ന് ഭയങ്കര പരിപാടികളൊന്നും കാണിക്കാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? മുണ്ടൊക്കെ മുറുക്കി ഉടുത്തോണ്ടൊക്കെ ഇറങ്ങണമെന്ന്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അല്ലണ്ണ, പറഞ്ഞ പോലെ മറ്റേ ബാലവിവാഹത്തിന്റെ കേസ് എന്തായി? മധ്യപ്രദേശ് പോലീസ് കേസെടുക്കാൻ പോകുന്നെന്നോ, അതിനുശേഷം ആ പെൺകൊച്ച് ഏതോ സംവിധായകനെതിരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയെന്നോ ഒക്കെ കേട്ടു. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഉടനെ ഒരു പെണ്ണ് കേസിൽ കയറി പിടിക്കുന്നത് ആരുടെ പ്രവണതയാണ്? കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അതാ പറഞ്ഞത്, കൊച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള വീടുകളിലോട്ടാണ് ഈ വോട്ടൊക്കെ ചോദിക്കാൻ ചെന്ന് കയറുന്നത്. പണ്ട് ഡെസ്കിന്റെ പുറത്ത് കിടന്ന് കാണിച്ച ആവേശമൊന്നും വീടിന്റെ നടയിലൊക്കെ ചെന്ന് കിടന്ന് കാണിച്ച ആളുകൾ കൈകാര്യം ചെയ്ത് വിടുവേ, പറഞ്ഞേക്കാവേ. അത് മാത്രമല്ല, പിള്ളേർക്കൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വല്ല പേടിപ്പനിയോ വല്ലതും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പരീക്ഷ എഴുതാനൊക്കത്തില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ, ആ കാര്യത്തിലൊരു ദാക്ഷിണ്യം അവരോട് കാണിക്കണം. ഒരു കാരണവശാലും ഇവര് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ പാടില്ല.
അയ്യോ ഇങ്ങനെ കിടന്ന് പേടിക്കാതെ മനുഷ്യ, അവര് പോയെന്ന്. വോട്ട് പിടിക്കാൻ പോയത് തന്നെ തെറ്റാണ്. അത് മതം തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. മതം തെരഞ്ഞെടുപ്പിൽ ഇടകട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കക്കും. നിങ്ങൾ കട്ടോ, അവര് കക്കാൻ വന്നതല്ല. ചേട്ടാ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് തത്വങ്ങൾക്ക് എതിരാണ്. ഭരണഘടനയും തെരഞ്ഞെടുപ്പ് തത്വത്തെയൊക്കെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മാനം ആടേണ്ട കാര്യം എന്തോന്നാണ്? ഒന്നാതെ വായിൽ ഇതൊന്നും കൊള്ളുന്നില്ല. മര്യാദയ്ക്ക് നിർത്തിക്കേ, എന്നിട്ട് പിള്ളേരുടെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ബാക്കി സംസാരിക്കുക. അറിയാവുന്നൊക്കെ പറ. വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരി. നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു രീതി ഇല്ലല്ലോ. കേരളത്തിൽ തെരഞ്ഞെടുപ്പും മതവും കൂടെ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല. ദൈവം എന്താണെന്ന് ചോദിച്ച് നടക്കുന്നവന്മാർ വരെ പള്ളികളിലും അമ്പലങ്ങളിലും കയറി ഇറങ്ങുന്ന കാഴ്ച. അനുഗ്രഹം താ എന്നും പറഞ്ഞ് സന്യാസിമാരുടെയും പള്ളിയിലെ അച്ഛന്മാരുടെയും പള്ളിയിലെ ഉസ്താദുമാരുടെയും ഒക്കെ കാലേ ചെന്ന് വീഴുന്ന കാഴ്ച ഇവിടെ ഒന്നും ജനങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് നിർത്തണ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിഞ്ഞുകൂടാ. ആർക്കറിഞ്ഞൂടാന്ന്? പുതിയ ചില അവതാരങ്ങളൊന്നും ഇറങ്ങിയിരിക്കുന്നു. ഇത് കേരളത്തിൽ ഇല്ലാത്തവരാണല്ലോ എന്നുള്ള നിലയിൽ കണ്ടത്. ഞങ്ങളിവിടെ അന്യഗ്രഹ ജീവികളെ കേരളത്തിൽ കണ്ടേക്കുന്നു. പിന്നാണ് അഘോരികൾ. തമാശയും പറഞ്ഞിരിക്കാതെ കേരളത്തിനെ മറ്റു സംസ്ഥാനങ്ങൾക്ക് രാജ്യങ്ങൾക്കൊക്കെ അടുത്ത് എങ്ങനെ മാതൃകയാക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ വേണ്ട മധ്യപ്രദേശിൽ നിന്ന് ഒരു പെങ്കൊച്ച് യുപിയിലുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചിട്ട് കേരളത്തിൽ ഒന്ന് കിടക്കുകയല്ലേ. അവരുടെ സംരക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വഴിയെ ഒരു വസ്ത്രമില്ലാത്ത പോകുന്നവരെ കയറ്റി BJP കൺവെൻഷനിൽ കയറ്റിയിരുത്തോടെ. എൻ്റെ അണ്ണ, വഴിയെ തുണിയില്ലാതെ പോയവരെയൊക്കെ അവരല്ലേ പിടിച്ച് കയറ്റിയിരുത്തിയത്? അവർക്ക് ഇരുത്തേണ്ട സ്ഥലത്തല്ലേ അവരിരുത്തിയത്? നിങ്ങളുടെ ഇരിക്കേണ്ടടുത്തോട്ട് അവർ കൊണ്ടുവന്നായിരുന്നോ? നിങ്ങൾക്ക് എന്താണെന്ന് അതിനകത്ത് ഇത്ര ചൊറിച്ചിലും പേടിയും പുകച്ചിലും? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. 12 ലക്ഷം രൂപ ആണല്ലോ മോഹൻലാലുമായിട്ടൊന്ന് കസേര വലിച്ചിട്ട് സംസാരിച്ചതിന് മുഖ്യം പൊടിച്ചത്. സർക്കാരിന്റെ ചെലവിലായിരുന്നു ആ വെളുപ്പിക്കലുമെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും വാദം ഒന്ന് ചോദിക്കാൻ ഒറ്റ മാപ്രേ ഇല്ലാതെ പോയല്ലോ. അങ്ങനെ രാഘവരിയും പേടിയും തുണിയില്ലായ്മയും.